അടുത്ത ടോപ്പിക്ക് സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഇതാണ്. ജി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. എച്ച് എന്നുള്ളത് ജിയുടെ ഒരു സബ്സെറ്റാണ്. എച്ച് എന്നുള്ളത് ജിയുടെ ഒരു സബ്സെറ്റാണ്, സബ്സെറ്റ് ഓഫ് ജി. ദെൻ എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആവണമെങ്കിൽ ഇഫ് എച്ച് ഇറ്റ്സെൽഫ് ഇസ് എ ഗ്രൂപ്പ് അണ്ടർ ദി സെയിം ബൈനറി ഓപ്പറേഷൻ ഓഫ് ജി. മനസ്സിലായോ? ജി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. ജിയുടെ സബ് ഗ്രൂപ്പ് ആവണം എച്ച് എന്നുണ്ടെങ്കിൽ എച്ച് ജിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കണം. ആൻഡ് എച്ച് എന്നുള്ളത് ഒരു ഗ്രൂപ്പ് അണ്ടർ ദി സെയിം ബൈനറി ഓപ്പറേഷൻ. ജിയുടെ അകത്ത് വരുന്ന എന്താണോ ബൈനറി ഓപ്പറേഷൻ അതിൻ്റെ അകത്ത് എച്ചും ഒരു ഗ്രൂപ്പായിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ എക്സാമ്പിൾ ജി ഈസ് ഈക്വൽ ടു Z6 അഡീഷൻ മോഡുലോ 6. അഡീഷൻ മോഡുലോ 6 ഇതെന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? അപ്പം എ അഡീഷൻ മോഡുലോ 6B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എയും ബിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണോ ആ റിമൈൻഡറാണ് അഡീഷൻ മോഡുലോ 6 എന്നുള്ള ഉദ്ദേശിക്കുന്നത്. A+B ആഡ് ചെയ്യുക, അതിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന റിമൈൻഡറാണ് അതിൻ്റെ ആൻസർ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജി എന്നുള്ളത് Z6 അഡീഷൻ മോഡുലോ 6 ആണ്. ജി എന്നുള്ളത് Z6 അഡീഷൻ മോഡുലോ 6. എച്ച് എന്നുള്ളത് 0, 2, 4 ആണ്. നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കേസ് തന്നെ എച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് ജി ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ജി എന്നുള്ള സെറ്റ് ഏതാ വരുന്നത്? Z6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റിജേഴ്സ് അപ് ടു 6. അപ്പം 0, 1, 2, 3, 4, 5 ഇതാണ് Z6ൻ്റെ ജി എന്നുള്ള സെറ്റ്. Z6 അല്ലേ? 0, 1, 2, 3, 4, 5. അപ്പോൾ എച്ച് എന്നുള്ളത് ഗിവൺ എച്ച് ഇസ് ഈക്വൽ ടു എന്താ തന്നേക്കണം? 0, 2, 4 ആണ് എച്ച്. അപ്പോൾ എച്ച് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഹിയർ എച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് ജി. അപ്പോൾ ആ കണ്ടീഷൻ ഓക്കെയാണ്. എച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് ജി. ഇനി എന്തായിരിക്കണം? എച്ച് ഇറ്റ്സെൽഫ് ഇസ് എ ഗ്രൂപ്പ് അണ്ടർ ദി സെയിം ബൈനറി ഓപ്പറേഷൻ ഓഫ് ജി. അപ്പോൾ നമുക്ക് ഗ്രൂപ്പാണെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കെയ്ലീസ് ടേബിളാണ് വരയ്ക്കാൻ പറഞ്ഞത്. അപ്പം അതെങ്ങനെ വരയ്ക്കണം? ഇവിടുത്തെ ഓപ്പറേഷൻ ഈസ് അഡീഷൻ മോഡുലോ 6. എന്നിട്ട് അതിൻ്റെ റോയിലേക്ക് ഇവിടെ എച്ച് അല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ഗ്രൂപ്പാണ്. അപ്പോൾ എച്ചിൻ്റെ എലമെൻറ്റ്സ് എഴുതിക്കുക 0, 2, 4 കോളത്തിലും റോയിലും ആ എലമെൻറ്റ്സിനെ ആഡ് ചെയ്യും. ഇനി ഈ ടേബിൾ ഫില്ല് ചെയ്യണം. എങ്ങനെയാണ്? ഈ എൻട്രി ഇങ്ങനെ വരുന്നത് 0 + 0 അതായത് 0 അഡീഷൻ മോഡുലോ 6 0. ഇവിടുത്തെ ഓപ്പറേഷൻ ഈസ് അഡീഷൻ മോഡുലോ 6 ആണ്. 0 അഡീഷൻ മോഡുലോ 6 0 എത്ര വരും? 0 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 0 വരും. അടുത്തത് 0 + 2നെ അഡീഷൻ മോഡുലോ 6 ചെയ്യുക, എത്ര വരും? 2 വരും റിമൈൻഡർ. ഇവിടെ വരുമ്പോൾ 4 വരും. 2 + 0 എന്ന് പറയുമ്പോൾ 2 വരും. 2 + 2 4 വരുമ്പോൾ എന്തൊരു 4 വരും. 2 + 4 6 ഡിവൈഡ് ബൈ 6 റിമൈൻഡർ 0. 4 + 2 6 ഡിവൈഡ് ബൈ 6 റിമൈൻഡർ 0. 4 + 4 8 ഡിവൈഡ് ബൈ 6 റിമൈൻഡർ 2. അപ്പോൾ നമ്മൾ കെയ്ലീസ് ടേബിൾ എൻട്രി കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിൻ്റെ അകത്ത് ഇതൊരു ഗ്രൂപ്പാണോ എന്ന് നോക്കണം. ഗ്രൂപ്പാണെങ്കിൽ ഈ കെയ്ലീസ് ടേബിൾ വരച്ച് കഴിഞ്ഞാൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാം. ഇപ്പോൾ നമ്മളെന്താ ഫസ്റ്റ് എന്തായിരുന്നു? ക്ലോഷർ പ്രോപ്പർട്ടി അല്ലേ? ക്ലോഷർ പ്രോപ്പർട്ടിയിൽ എന്താ പറയണത്? ക്ലോഷർ പ്രോപ്പർട്ടിയിൽ എ ബി എന്ന് പറയുന്നത് ബിലോങ്സ് ടു ജി ആണെങ്കിൽ ദെൻ A*B ബിലോങ്സ് ടു ജി ആയിരിക്കണം. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത് ഒരു ഗ്രൂപ്പിലാണെങ്കിൽ. ഇപ്പോൾ ഇവിടുത്തെ AB ഏത് 2 എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് ഈ അഡീഷൻ മോഡുലോ 6 ചെയ്യുമ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്തൊന്ന് തന്നെയുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് സാറ്റിസ്ഫൈസ് ക്ലോഷർ പ്രോപ്പർട്ടി. സെക്കൻഡ് ഇസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫ്രം ദിസ് ടേബിൾ നമുക്ക് ഈ ക്ലോഷർ പ്രോപ്പർട്ടിയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് എഴുതാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് തേർഡ് പ്രോപ്പർട്ടി ഈസ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ ഞാൻ ഏതൊരു എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിൻ്റെ കൂടെ, അതായത് ഇങ്ങനെയല്ലേ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? A*E ചെയ്താൽ എനിക്ക് A തന്നെ കിട്ടണം. ഇവിടെ നോക്കിക്കുക, 0യുടെ കൂടെ എന്ത് ചെയ്യുമ്പോഴാണ് 0 തന്നെ കിട്ടണേ? 0 ചെയ്യുമ്പോൾ. 2ൻ്റെ കൂടെ ഏത് ചെയ്യുമ്പോഴാണ് 2 തന്നെ കിട്ടണേ? 0 ചെയ്യുമ്പോൾ. 4ൻ്റെ കൂടെ ഏത് ചെയ്യുമ്പോഴാണ് 4 തന്നെ കിട്ടണേ? 0 ചെയ്യുമ്പോൾ. അതായത് ഏതൊരു എലമെൻറ്റിൻ്റെ കൂടെയും അഡീഷൻ മോഡുലോ 6 ഓഫ് 0 ചെയ്യുമ്പോൾ സെയിം എലമെൻറ്റ് എനിക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്. ഏതാ?
ഈക്വൽ ടു 0 ആണ് ഇവിടുത്തെ. അതെനിക്ക് ഈ ടേബിളിൻ്റെ അകത്ത് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തതാണ്. ഇങ്ങനെ എഴുതിയ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്നുള്ളത് എങ്ങനെയാണ് വരേണ്ടത്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ കൂടെ ഏത് എലമെൻ്റ് ആണോ അതിന് ഇവിടെ വന്നിരിക്കുന്ന ഓപ്പറേഷൻ ചെയ്യുമ്പം ആ സെയിം എലമെൻറ്റ് തന്നെ കിട്ടണം. എ സ്റ്റാർ ഇ. ഇപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് എയുടെ കൂടെ അഡീഷൻ മോഡുലോ 6 ഓഫ് ഇ ചെയ്യുമ്പോൾ എനിക്ക് എ തന്നെ കിട്ടണം. അതെനിക്ക് ഈ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. 0യുടെ കൂടെ 0 ചെയ്യുമ്പോൾ 0, 2ൻ്റെ കൂടെ 0 ചെയ്യുമ്പോൾ 2, 4ൻ്റെ കൂടെ 0 ചെയ്യുമ്പോൾ 4. അപ്പോൾ എനിക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടി. അടുത്തത് ഇൻവേഴ്സ് എലമെൻറ്റ് കാണണം. ഇൻവേഴ്സ് എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്ന? എയുടെ കൂടെ എ സ്റ്റാർ എ ഇൻവേഴ്സ് എലമെൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇ കിട്ടണം അല്ലേ? അപ്പം ഇവിടുത്തെ ഇൻവേഴ്സ് ഓഫ് 0യുടെ ഇൻവേഴ്സ് ഏതാ? എനിക്ക് 0യുടെ കൂടെ എന്ത് ചെയ്യുമ്പോഴാണ് 0 കിട്ടുന്നത്? 0 ചെയ്യുമ്പം. അപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0 നമ്മൾ അതിന് തൊട്ട് മുമ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഓരോ എലമെൻറ്റിൻ്റെയും ഇൻവേഴ്സ് എലമെൻറ്റ് കാണാൻ പോവാം. അപ്പോൾ 0യുടെ ഇൻവേഴ്സ് എലമെൻറ്റ് എന്ന് പറഞ്ഞത് 0 തന്നെയാണ്. 2ൻ്റെ ഇൻവേഴ്സ് എലമെൻറ്റ് ഏതാ? 2ൻ്റെ കൂടെ ഏത് എലമെൻറ്റ് ചെയ്യുമ്പോഴാണ് 0 എൻട്രി വരുന്നത്? അപ്പോൾ ഇവിടെ ആ 2ൻ്റെ റോയിൽ ഏതാണോ 0 വന്നതെന്ന് നോക്കിയാൽ മതി. 0 വരുന്നത് ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്? 4 ആണ്. അതായത് 2ൻ്റെ കൂടെ 4 ചെയ്യുമ്പോഴാണ് എനിക്ക് 0 കിട്ടുന്നത്. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ദെൻ ഇൻവേഴ്സ് ഓഫ് അടുത്ത എലമെൻറ്റ് 4ൻ്റെ ഇൻവേഴ്സ് എവിടെയാണ്? 4ൻ്റെ അകത്ത് 0 വന്നിരിക്കുന്നത് എവിടെയാണ്? 2ൻ്റെ താഴെ. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് 4 ഈസ് 2 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇതുകൊണ്ടെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പ്രൂവ് ചെയ്തു? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻവേഴ്സ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് എന്ത് പറയാം? എച്ച് ഇറ്റ് സെൽഫ് എ ഗ്രൂപ്പ് അണ്ടർ ദി സെയിം ബൈനറി ഓപ്പറേഷൻ അഡീഷൻ മോഡുലോ 6. അതുകൊണ്ട് ഇതെന്താണ്? ഒരു സബ് ഗ്രൂപ്പാണ്.